നമസ്കാരം. 136 പുതിയ ഇതിലേക്ക് സ്വാഗതം. പ്രൊഫസറായിട്ട് മാത്യു. അപ്പൊ അടുത്തിടെ ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. അത് ഒന്നും രണ്ടും പേരൊന്നുമല്ല. ഇപ്പം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു SME IPOകളെ കുറിച്ച്. അപ്പം SME IPOകള് താരതമ്യേന ഒരു പണം വാരിക്കൂട്ടാനുള്ള ഒരു ഖനിയായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ കുറെ പേരൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്ക് SME IPOകളിലേക്ക് പോയി അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. കാരണം ഏകദേശം 99% ലാഭകരമായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻസ് ഉണ്ടാകും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ. ഇപ്പോൾ കുറച്ച് ലക്ഷങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് IPOക്ക് അപ്ലൈ ചെയ്യുന്നതിനകത്ത് വലിയൊരു തെറ്റില്ലാത്ത രീതിയിലൊക്കെ ഇരുന്നതുകൊണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൻ്റെ അകത്ത് അടുത്തിടെ ഒരു ഡ്രാഫ്റ്റ് അഡ്വൈസറി പ്രോസ്പെക്ട്സ് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ഉള്ളു ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞിട്ട്, ഉള്ളു കോർട്ട്യാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ SME IPOകളിൽ ഏകദേശം 90% മുകളിലൊക്കെ ലാഭകരമായിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ചോദിച്ച പലരും, ഏകദേശം എനിക്ക് തോന്നുന്നു 10-ലേറെ ആളുകൾ നമ്മുടെ ഓഫീസ് നമ്പേഴ്സിനകത്ത് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു സംശയങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് ചോദിച്ച പലരെയും സംബന്ധിച്ച് ഇതൊരു ലോങ് ടേം ഹോൾഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് പറ്റുന്നതാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം പ്രത്യേകിച്ച് അതൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മീഡിയ എന്ന് പറഞ്ഞാലും പോരാ, ഉള്ളു ഡിജിറ്റൽ എന്ന് പറയുന്നത് ഒരു അഡൽട്ട് കണ്ടന്റ് പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നൊരു മീഡിയ ആണ്. അവരുടെ ആപ്പും ഒക്കെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മിനിസ്ട്രി തന്നെ, ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി തന്നെ ഒരു അലേർട്ട് ഒക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ IPOയുടെ പ്രോസസ് അത് ഡീറ്റെയിൽഡ് ആവുമോ എന്നുള്ളത് അറിയാൻ പാടില്ല. പക്ഷേ എന്തായാലും ഒരു അലേർട്ട് ഈ പറഞ്ഞതുപോലെ അഡൽട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് കൊടുത്തു. അപ്പോൾ പലരെ സംബന്ധിച്ചും ഇതിൻ്റെ അകത്ത് ഉള്ളു മീഡിയയുടെ IPOയെ സംബന്ധിച്ചുള്ള ആകർഷണീയതയും ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പല മീഡിയയും പ്രപ്പോസ് ചെയ്തത് അതാണ്. കാരണം ഇവിടെ ഇതൊരു $multi-trillion ബിസിനസ്സാണ്. ഇവിടുത്തെ ഒരു അഡൽട്ട് കണ്ടന്റ്, പ്രായപൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ള ഈ ഒരു വീഡിയോസോ അങ്ങനെയുള്ള കോണ്ടന്റ് എന്നൊക്കെ പറയുന്നത്. കാരണം അതിന് ഉള്ളു ഡിജിറ്റൽ മീഡിയയ്ക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റൊരു കോമ്പറ്റീറ്റർ ഇല്ല. അപ്പം അതുകൊണ്ട് മൊത്തം റവന്യൂ, കാരണം അവർ തന്നെ ഹാർവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആദ്യം വന്നയാളുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് അത് ഉണ്ടാക്കും. അതൊരു ഉള്ളു ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് തന്നെയായി മാറുമെന്നുള്ള രീതിയിലൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ കരുതപ്പെടുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു റിസ്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ, ഉള്ളു കോർട്ട്യാർഡ്സിൻ്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട്, കാരണം 2019 മുതലുള്ള കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ 3 ഇരട്ടി 4 ഇരട്ടി ആയിട്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2023 മാത്രമാണ് ചെറിയൊരു ഡ്രോപ്പ് വന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. അതിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞ ടെക്നിക്കൽ റീസൺസ് ആണെന്നുള്ളതാണ് കമ്പനി പറയുന്നത്. കാരണം ബാൻഡ്വിഡ്ത്ത് ഇനാക്സസിബിലിറ്റിയും അതേപോലെ തന്നെ പല കോണ്ടന്റും പ്ലേ ആകാത്ത ടെക്നിക്കൽ റീസൺസ് ഒക്കെ ആപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലരും സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ പറയുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സാമാന്യേന നമ്മൾ ചിന്തിക്കുമ്പം ഈ ഒരു സെക്ടർ സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരാനുള്ള സാധ്യതകളേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിനകത്ത് റിസ്ക് പ്രൊഫൈലിംഗ് നടത്തുമ്പോൾ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ റിസ്ക് പ്രൊഫൈലിംഗ് നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ കിട്ടിയ മിനിസ്ട്രിയുടെ ഒരു നോട്ടീസൊക്കെ കിട്ടിയ പോലെ തന്നെ ഇന്ത്യ പോലത്തെ മൂല്യബോധമുള്ള ഒരു ജനത, മൂല്യബോധം എന്ന് പറയുന്നത് ഞാൻ ഏത് രീതിയിലാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു എഴുതി വച്ചിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു നോംസ് എന്ന് പറയുന്നത് മൂല്യബോധമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഓരോരുത്തരും അത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു മൂല്യബോധമുണ്ട്. ആ ഒരു മൂല്യബോധം എന്ന് പറയുന്നത് അഡൽട്ട് കോണ്ടന്റ് എന്ന് പറയുന്നത് മൂല്യബോധവുമായിട്ട് ചേർന്ന് പോകാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഗവൺമെൻറ്റോ ഒക്കെ ഉൾപ്പെടെ ഇതിന് കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സെക്ടർ അത്ര നല്ല രീതിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. കുത്തനെ ഈ ഒരു സെക്ടർ താഴേക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സിഗരറ്റ് ഇവിടെ മൊത്തമായിട്ട് അങ്ങ് നിരോധിച്ചു എന്ന് വെക്കുക. നിരോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ITCയുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ഡോക്ടർ ഫിലിപ്സിൻ്റെ ഒക്കെ ബിസിനസ്സൊക്കെ താഴേക്ക് പോകും, റവന്യൂ താഴേക്ക് പോകും. അതേപോലെ തന്നെ നമ്മളിവിടെ അഡൽട്ട് കോണ്ടന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് പോൺ കോണ്ടന്റ് ഒക്കെ നമ്മൾ 100% കൊണ്ട് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളുവിൻ്റെ ബ്രാൻഡ് അവിടെ ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു റിസ്ക് ആയിട്ട് വന്നാലും നിൽക്കുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സാണ്. ഈ പറഞ്ഞ സെക്ടറിൻ്റെ അകത്ത് ഫ്രീ കോണ്ടന്റ് കിട്ടുന്ന പല കോമ്പറ്റീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചോദ്യം, ഫ്രീ കോണ്ടന്റും നമ്മുടെ പെയ്ഡ് വേർഷനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ അകത്ത് കൺവിൻസിങ് ആയിട്ട് ഒരു ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഡിജിറ്റൽ മീഡിയ കമ്പനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനാണ്. അപ്പം ഉള്ളുവിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഉള്ളുവിൻ്റെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഡാറ്റയ്ക്കകത്ത് കാണാൻ പറ്റുന്നൊരു കാര്യം, ഇൻഹൗസ് പ്രൊഡക്ഷനാണ് പലതും നടത്തുന്നത്. അല്ലാതെ പല OTT പ്ലാറ്റ്ഫോംസും പോലെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ട് റൺ ചെയ്യുന്നതല്ല.
ഒരു 99% ഇൻഹൗസ് പ്രൊഡക്ഷൻ അവർ നടത്തിയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഹൗസ് പ്രൊഡക്ഷൻസിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ മാർജിൻസിനെ കുറിച്ചും കാര്യമായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ കൺവിൻസിങ് ആയിട്ടുള്ള നമ്പേഴ്സ് പലപ്പോഴും ഇവർക്ക് തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സത്യമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അഡൽട്ട് കോണ്ടന്റ് ഇൻഹൗസ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്ററി അപ്രൂവൽസിനെ കുറിച്ചും വലിയൊരു ധാരണയൊന്നും സത്യത്തിൽ നമുക്ക് ഇല്ല എന്നുള്ളത് ഒരു സത്യമായിട്ട് അവിടെ നിലനിൽക്കുന്നു. കാരണം ഒരു മൂവി പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതികളൊക്കെ ലഭിക്കും. പക്ഷെ ആ ഒരു മൂവി പ്രൊഡക്ഷൻ എത്തരത്തിലുള്ളത് ഒരു മൂവിയാണ്, അഡൽട്സ് ഓൺലി ആണെങ്കിൽ അഡൽട്സ് ഓൺലി, ആ അഡൽട്സ് ഓൺലിയുടെ പരിധി ഏതുവരെ എന്നുള്ളതും, കൂടാതെ OTT കോണ്ടന്റിന് പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും സെൻസർ ബോർഡിൻ്റെയൊക്കെ ഗൈഡ് ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇതിനുള്ള ഒരു ആകർഷണീയത അവിടെ തീരും. അപ്പോൾ ഈ ഒരു ബിസിനസ് SME ഉല്ലുവിന് അപ്ലൈ ചെയ്യുന്നവർ മനസ്സിൽ വെക്കുക, ഈ ഒരു ബിസിനസ് എത്രത്തോളം മുമ്പോട്ട് പോകുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു ബിസിനസ്സാണ്. നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ IPO ലിസ്റ്റിംഗ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ നിക്ഷേപിക്കുക. ദീർഘകാലത്തേക്ക് വേണ്ടി നിങ്ങളത് ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് എന്ന് കണ്ടിട്ട് ദീർഘകാലത്തേക്ക് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ വെക്കുന്നത് പലപ്പോഴും റിസ്ക്കാണ്. കാരണം റെഗുലേറ്ററി അപ്രൂവൽസ് വളരെയധികം വേണ്ട ഒരു മേഖലയാണത്. ചിലപ്പോൾ ഫ്ലറിഷ് ചെയ്തേക്കാം, ചിലപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്തു കളഞ്ഞേക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഫ്ലറിഷ് ആവും. ആദ്യം വന്നതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ലഭിക്കും. അല്ലാത്ത രീതിയിൽ ഇതൊരു കുറച്ചൊരു റിസ്കി അഫെയർ ആണ്. അപ്പം SME IPOയിൽ അപ്ലൈ ചെയ്യുന്നവർ ഇതിൻ്റെ അകത്ത് കുറച്ച് മാറി നിൽക്കുന്നതിൻ്റെ അകത്ത് വലിയൊരു തെറ്റില്ല. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.